എന്താണ് മാരിറ്റൽ കൗൺസിലിംഗ്? കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിവാഹമോചനത്തിന് തയ്യാറെടുക്കുന്നവർ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുമല്ലോ. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ തൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വ്യക്തിത്വത്തിലുള്ള വ്യതിയാനം കുടുംബജീവിതത്തെ സാരമായി ബാധിക്കുന്നു. കുടുംബ പ്രശ്നങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമ്പോൾ തൻ്റെ പങ്കാളിയിൽ എന്തെങ്കിലും വ്യക്തിത്വ വ്യതിയാനമുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വീട്ടിൽ അനാവശ്യമായി ബഹളമുണ്ടാക്കുന്ന, അലറി സംസാരിക്കുന്ന, സ്ഥലകാലബോധമില്ലാതെ സംസാരിക്കുന്ന, വെറുതെ കലഹിക്കുന്ന, അസഭ്യം വിളിച്ചു പറയുന്ന വിഭാഗമാണ് ഹൈപ്പർമാനിക് വ്യക്തിത്വം. എന്നാൽ ഈഗോസെൻട്രിക് വിഭാഗത്തിൽപ്പെട്ടവർ മറ്റാരെന്ത് പറഞ്ഞാലെന്താ, ഞാനാണ് ശരി, സ്വാർത്ഥ താൽപ്പര്യക്കാരായിരിക്കും അക്കൂട്ടർ. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന, സംശയപ്രകൃതക്കാരായ മറ്റൊരു കൂട്ടർ. പാരനോയിക് പേഴ്സണാലിറ്റി എന്നാണ് ഇക്കൂട്ടരെ അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള മറ്റ് വിഭാഗങ്ങളാണ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, സൈക്കോപതിക്, സൈക്കോമെട്രിക്, സാഡിസ്റ്റിക് തുടങ്ങിയവ. വ്യക്തിത്വ വൈകല്യമുള്ളവർ തൻ്റെ വൈകല്യം മറച്ചുവെച്ച് തൻ്റെ ഭാര്യയിൽ അല്ലെങ്കിൽ ഭർത്താവിൽ കുറ്റം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള വൈകല്യങ്ങളാണെങ്കിൽ ഏതെങ്കിലും ഒരു കൗൺസിലറെ കണ്ടാൽ ശരിയാകണമെന്നില്ല. അതിന് അതിൻ്റേതായ വൈദഗ്ധ്യം നേടിയവരെയാണ് കാണേണ്ടത്. അവർ നിർദ്ദേശിക്കുന്ന തെറാപ്പികളിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയും. തുടർന്നുള്ള കുടുംബജീവിതം സന്തോഷകരമാകുന്നത് അനുഭവിച്ചറിയാവുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം അതിൻ്റെ നിയമവശം എന്തായിരിക്കും എന്നാണ് പൊതുവെ ആലോചിക്കുന്നത്. കുട്ടികളെ തനിക്ക് തന്നെ കിട്ടുമോ? അതിനുവേണ്ടി കോടതി കയറി ഇറങ്ങേണ്ടി വരുമോ? സ്വർണവും പണവും തുടങ്ങിയ വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും? തൻ്റെ ബന്ധത്തിലോ സൗഹൃദത്തിലോ ഇത്തരത്തിലൊരു വിഷയമുണ്ടാവുകയും അവരുടെ അനുഭവങ്ങളും നിങ്ങളുടെ വിഷയങ്ങളുമായി കമ്പയർ ചെയ്ത് ചിന്തകൾക്ക് തീ പിടിപ്പിക്കുന്നു. ചിലരാകട്ടെ തൻ്റെ പങ്കാളിയോടൊപ്പം ഒരുമിച്ച് ജീവിക്കുമ്പോഴും ഇത്തരം വിഷയങ്ങളായിരിക്കും ചിന്തിച്ചു കൂട്ടുന്നത്. എന്നാൽ തനിക്കുള്ള വിഷയങ്ങൾ ഒരു വിദഗ്ധനുമായി ചർച്ച ചെയ്യാൻ തയ്യാറല്ല താനും. വിഷയം നീറിപ്പുകഞ്ഞ് കോടതിയിലെത്തിയാൽ ഏതൊരു കുടുംബ കേസിലും കൗൺസിലിംഗ് നിർബന്ധമാണ്. തുടർന്ന് മീഡിയേഷൻ. ഈ സ്റ്റേജുകളിലൊന്നിലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമാണ് കേസ് കോടതി പരിഗണിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് തനിക്കുണ്ടായ അനുഭവങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഒരു വിദഗ്ധനുമായി ചർച്ച ചെയ്തുകൂടാ? തുടക്ക സമയത്താണെങ്കിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും. കുടുംബജീവിതം താറുമാറാക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. വീട്ടുകാരുടെ അമിതമായ ഇടപെടൽ, സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ, തൃപ്തിയില്ലായ്മ, തിരക്ക് പിടിച്ച ജീവിതം, കുട്ടികളുമായി ബന്ധപ്പെട്ടത്, വിശ്വാസമില്ലായ്മ, സംശയം, അഭിപ്രായ വ്യത്യാസങ്ങൾ, ലഹരി, പങ്കാളിക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ കഴിയാത്തത് തുടങ്ങിയ നിരവധി കാരണങ്ങളുണ്ടാകാം. ഇത്തരത്തിൽ ഏത് കാരണമുണ്ടായാലും പരസ്പരമുള്ള അകൽച്ച സ്വാഭാവികമായും ഉണ്ടാകും. പോരായ്മകൾ തിരുത്തുന്നതിന് തിരക്ക് പിടിച്ച ജീവിതത്തിൽ സമയമെടുത്ത് ചിന്തിക്കാൻ കഴിയുന്നില്ല. ചെയ്ത പ്രവൃത്തി ശരിയല്ലെന്ന് നിർദ്ദേശിക്കാൻ കഴിവുള്ള കൂട്ടുകുടുംബ ബന്ധങ്ങളുമില്ല. സ്വന്തം ഇഷ്ടം, തീരുമാനം. പിന്നീട് സംസാരമില്ല. അതാത് കുടുംബാംഗങ്ങൾ ശരിതെറ്റുകൾക്കപ്പുറം പക്ഷം ചേരും. കിട്ടുന്ന സമയങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്കായിരിക്കും മുൻതൂക്കം. ഇന്നലെ വരെ പങ്കാളി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കുകൾക്ക് പുതിയ അർത്ഥങ്ങളും തലങ്ങളും ഉണ്ടാകുന്നു. പ്രശ്നങ്ങളുടെ തുടക്കത്തിൽ കൗൺസിലിങ്ങിന് വിധേയമാകുന്നത് പ്രയോജനം ചെയ്യും. ഒരിക്കലും ചേരാത്തതിനെ ചേർത്ത് വയ്ക്കാൻ കൗൺസിലർ നിർദ്ദേശിക്കാറില്ല. പ്രശ്നങ്ങൾ പഠിക്കാനും പക്വതയോടെ വിഷയങ്ങൾ നേരിടാനും കക്ഷികളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് മാരിറ്റൽ കൗൺസിലിംഗ്? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ല നിലയിലുള്ള ഒരു കുടുംബജീവിതത്തിന് ദമ്പതികളെ പ്രാപ്തരാക്കുന്ന പ്രക്രിയയാണത്. ദമ്പതികളെ ഉപദേശിക്കുകയോ പരിഹാരം നിർദ്ദേശിക്കുകയോ അല്ല ചെയ്യുന്നത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വ്യക്തികളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എന്നെ വിളിച്ച ഒരു കക്ഷിയുടെ അനുഭവം ഇങ്ങനെയായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ചെറിയ പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടും എന്ന ഓരോ പ്രാവശ്യവും കരുതി ഒരാളോടും പറയാതെ കൊണ്ടു നടന്നു. പിന്നീട് വിഷയങ്ങൾ ഗൗരവമുള്ളതായി മാറി. ഒടുവിൽ തൻ്റെ ഭർത്താവിനെ ഒന്ന് ചോദ്യം ചെയ്താൽ ഒരുപക്ഷെ ശരിയായേക്കാം എന്ന ധാരണയിൽ ഒരു പരാതി കൊടുത്തു. പരാതിക്കാരിയെയും എതിർകക്ഷിയെയും വിളിപ്പിച്ചു. കൗൺസിലിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ നിർദ്ദേശിച്ചു. കൗൺസിലിങ്ങിൻ്റെ ആദ്യ ദിവസം തന്നെ ഭർത്താവിനെ കൗൺസിലർ ഉപദേശിച്ചതിങ്ങനെയാണ്: എന്തിനാണ് നിങ്ങൾ ഈ സ്ത്രീയെ ഇത്തരത്തിൽ പ്രയാസപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ബന്ധം ഒഴിവാക്കിക്കൂടെ? ഈ ശബ്ദം കേട്ടപ്പോൾ ഇരു കക്ഷികൾക്കും ഞെട്ടലാണുണ്ടായത്. ഇപ്പോൾ ഭാര്യയെ ഏതു വിധേനയും ഉപേക്ഷിക്കണം എന്ന ലക്ഷ്യത്തിലാണ് ഭർത്താവ്. കാരണം ഭാര്യ പറയാതെ കൗൺസിലർ അങ്ങനെ പറയില്ലല്ലോ എന്ന വിശ്വാസത്തിലാണ് ഭർത്താവ്.
ഭാര്യ ഏതെല്ലാം രീതിയിൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കും തോറും ഭർത്താവ് പുതിയ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ശരിയായ കൗൺസിലിംഗ് അല്ല ലഭിക്കുന്നതെങ്കിൽ വിപരീതമായിരിക്കും ഫലം. വിദഗ്ധരുടെ സേവനം ലഭ്യമാകണമെങ്കിൽ സാമ്പത്തിക ചിലവുണ്ടാകും. അതിനെ ഭയന്ന് പലരും ഒഴിവാക്കാറുണ്ട്. എന്നാൽ ഓർക്കേണ്ടത്, ഗുരുതരമായ ഒരു രോഗാവസ്ഥയിൽ നിങ്ങൾ എന്ത് നടപടിയെടുക്കും? എന്നാൽ അതൊരു കുടുംബ പ്രശ്നമാകുമ്പോൾ ഫ്രീ അഡ്വൈസ് കിട്ടുമോ എന്ന് പരതും. ഫ്രീ അഡ്വൈസ് ലഭിക്കുന്ന സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട്. കുടുംബത്തിൻ്റെ സ്വസ്ഥതയാണ് ജീവിതത്തിൻ്റെ സ്വസ്ഥത എന്ന് മനസ്സിലാക്കണം. നിരവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയസമ്പത്തുള്ള ഒരു കൗൺസിലറെ തന്നെ സമീപിക്കുന്നതാണ് നല്ലത്. എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? അതിനുള്ള സാമ്പത്തിക ചെലവ് എത്രയായിരുന്നു? ഇനി മറ്റൊരു ബന്ധം തിരഞ്ഞെടുത്താൽ അതെത്രമാത്രം ശരിയാകും? പ്രശ്നപരിഹാരത്തിനായി നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ മാക്സിമം ശ്രമിക്കേണ്ടതുണ്ട്. പരസ്പരം ചർച്ചയ്ക്ക് തയ്യാറാകാനോ മറ്റേയാൾ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാകാത്തവരാണ് മിക്കവരും. ഒരു ഫാമിലി കൗൺസിലിംഗിൽ എതിർകക്ഷിയെ മനസ്സിലാക്കാനും ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കാനും പഠിപ്പിക്കുന്നു. കൗൺസിലിംഗിൻ്റെ ആദ്യഘട്ടത്തിൽ ദമ്പതികളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഇരുത്തി വിഷയങ്ങളിൽ പറയാനുള്ളത് പറയാൻ അനുവദിക്കുന്നു. പിന്നീട് ഒരുമിച്ചിരുത്തിയും പറയാനുള്ളത് പറയാൻ അനുവദിക്കുന്നു. ഇവിടെ കൗൺസിലർ ഒരു കേൾവിക്കാരൻ മാത്രമായിരിക്കും. ഇരുഭാഗത്തെയും കേട്ടതിന് ശേഷം പ്രശ്നത്തിൻ്റെ വിവിധങ്ങളായ വശങ്ങൾ വിലയിരുത്തുന്നു. ഈ ഘട്ടത്തിലാണ് കൗൺസിലർക്ക് ആവശ്യമായ വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നത്. കൗൺസിലർ പൂർണ്ണമായും ഒരു ഉപകരണം മാത്രമാണ്. ഒരു പക്ഷത്തും ചേരാതെ വിഷയത്തിൻ്റെ പരിഹാരത്തിന് മാത്രം ശ്രമിക്കുന്നു. ചിലപ്പോൾ കൗൺസിലറുടെ സംസാരം പക്ഷം ചേരുന്നതായി തോന്നിയേക്കാം. ക്വാളിഫൈഡായ കൗൺസിലർ ആണെങ്കിൽ പിന്നീട് ഇരു കക്ഷികൾക്കും ബോധ്യം വരത്തക്കവണ്ണം വ്യക്തത വരുത്തുകയും ചെയ്യും. കൗൺസിലിംഗിൻ്റെ അവസാന ഘട്ടത്തിൽ പങ്കാളികളുടെ അഭിപ്രായത്തിന് അവസരം നൽകുന്നു. ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ട പ്രേരണ നൽകുന്നു. ഓരോ കൗൺസിലിംഗ് ഘട്ടത്തിലും കൗൺസിലിംഗ് നിയമങ്ങൾ ഉൾക്കൊണ്ടാണ് കൗൺസിലിംഗ് നടത്തുന്നത്. തുടർച്ചയായ ഒരു പ്രക്രിയ എന്ന നിലയിൽ ഒറ്റ സിറ്റിംഗ് കൊണ്ട് അവസാനിപ്പിക്കരുത്. കൗൺസിലർ നിർദ്ദേശിക്കുന്ന സമയങ്ങളിൽ പങ്കെടുക്കേണ്ടതാണ്. അത്തരത്തിൽ ശരിയായ കൗൺസിലിംഗ് ലഭിച്ചാൽ മാത്രമേ ശരിയായ റിസൾട്ട് കിട്ടുകയുള്ളൂ. കൗൺസിലിംഗിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത, ഓരോ കക്ഷിയോടും എതിർകക്ഷിയിൽ നിന്ന് മനസ്സിലായത് വിശദമാക്കാൻ ആവശ്യപ്പെടുന്നു. ഇത്തരം പ്രക്രിയയിലൂടെ ഇരു കക്ഷികളുടെയും താൽപ്പര്യങ്ങളും വികാരങ്ങളും മനസ്സിലാക്കാൻ അവസരം ലഭിക്കുന്നു. പ്രശ്നപരിഹാരം കണ്ടെത്താൻ കക്ഷികൾ സ്വയം പര്യാപ്തമാകുന്നു. ഇത്തരത്തിൽ ശരിയായ കൗൺസിലിംഗ് ലഭ്യമായതിനു ശേഷവും ബന്ധം തുടർന്നു പോകാൻ കഴിയില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കാവുന്നതാണ്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അതുകൂടി കാണുക. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.